ഹലോ, ഇന്ന് ഞാൻ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇറ്റ്സ് ഡേ 5. ഫസ്റ്റ് ഡേ വാസ് ഗ്രാറ്റിറ്റ്യൂഡ് ബൂസ്റ്റ്, സെക്കൻഡ് ഡേ വാസ് ബ്രേക്കിംഗ് എ ചലഞ്ച്, തേർഡ് ഡേ വാസ് എന്തായിരുന്നു, ലേൺ ആൻഡ് ഗ്രോ ആയിരുന്നു. തേർഡ് ഡേ ഫൈൻഡ് ജോയ്, അതെ, അമ്മച്ചിയുടെ അച്ഛയുടെയും ആണ് പോകുന്നത്. ഡേ 4 ലേൺ ആൻഡ് ഗ്രോ. അപ്പൊ ലേൺ ആൻഡ് ഗ്രോ ഡേ കഴിഞ്ഞ് എൻ്റെ റീഡിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഐ തോട്ട് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ചോറാണ്, എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് ചാനലിൽ വളരെ സജീവമാകുക, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് ഒത്തിരി മോട്ടിവേഷണൽ വീഡിയോസിൽ ഭാഗമാകുക, ഇൻസ്പയർ ചെയ്യുക. ഒരാളെങ്കിൽ ഒരാൾ നമ്മുടെ ലൈഫ് കണ്ട് ഇൻഫ്ലുവൻസ് ആവുക അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആകുക എന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു സോളാണ് ഞാൻ. അതുകൊണ്ട് ഡേ 5 ബി കൈൻഡ് ആൻഡ് ഷോ കൈൻഡ്നെസ്, അതാണ് എൻ്റെ ഡേ 5. സോ ലോങ് സ്റ്റോറി ഷോർട്ട്, ഇത് ഒരു 3 മിനിറ്റ് ഹൊറിസോണ്ടൽ ലോങ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ 3 ഓക്കെ. നിങ്ങളോട് പറയാനുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്കാണ്. ഇറ്റ്സ് കോൾഡ് ദി വെൽത്ത് ഡിസിഷൻ. ഞാൻ വായിച്ചിട്ടില്ല. നമുക്ക് സ്റ്റാർട്ട് റീഡിംഗ് ദിസ് ടുഡേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുക്ക് റീഡിങ്. ഞാൻ ഒത്തിരി ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു റീഡിങ് ഹാബിറ്റാണ് ബുക്ക് എന്ന് പറഞ്ഞാൽ. ബിക്കോസ് നമ്മുടെ കയ്യിൽ ഫോണുകൾ ഉള്ളപ്പോൾ നമ്മൾ സ്ക്രോളിങ്ങിന്റെ അളവ് കൂടുതലാണ്, വളരെ കൂടുതലാണ്. ഞാൻ ഒത്തിരി ട്രാക്ക് ചെയ്യുന്ന ആളാണ് എൻ്റെ സ്ക്രോളിങ്. മറ്റൊന്നുമല്ല, ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് മൈ ബിസിനസ് ടു ട്രാക്ക് മൈ സെൽഫ്, റൈറ്റ്? പിന്നെ ബുക്ക് വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിലെ ഏറ്റവും നമ്മളെ ബെറ്റർ ആക്കാൻ പറ്റുന്ന ഇത്രത്തോളം ഒരു ടൂള്. നോട്ട് ഓൺലി റീഡിങ്, ഓക്കെ. ഒത്തിരി പോഡ്കാസ്റ്റുകൾ കേൾക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഒത്തിരി എന്താ പറയാ, ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് വീഡിയോകൾ, മോട്ടിവേഷണൽ വീഡിയോകൾ ഒത്തിരി കാണുന്ന ഒരാളാണ്. കാരണം എനിക്ക് അതിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ചില എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിക്കും, നീ ടോക്സിക് പോസിറ്റിവിറ്റി അല്ലേ എന്നൊക്കെ പറയും. പക്ഷെ അവർ നമ്മളോട് ദേഷ്യമുള്ളതുകൊണ്ട് പറയല്ല കേട്ടോ. കാരണം അത്രയ്ക്ക് ഞാൻ എന്ത് കാര്യം വരുമ്പോഴും ഞാൻ പോസിറ്റീവാണ്. കാരണം ലൈഫ് എന്ന് പറഞ്ഞ ഒരു സംഭവം, ലൈഫ് ഈസ് ദ മോസ്റ്റ് ചലഞ്ചിങ് ജേർണി ദാറ്റ് വി എവർ ഡു. ഒരു ജോലിയല്ല. അപ്പം നമ്മളൊരു ഓപ്പറേഷൻസ് മാനേജറാണ്, നമുക്ക് ഒത്തിരി ടെൻഷനും കാര്യങ്ങളുണ്ട്. വി വിൽ ഫൈൻഡ് എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് അറ്റ് അവർ വർക്ക്, അറ്റ് അവർ ലൈഫ്. ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി ലൈഫിൽ, നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പുകളിൽ, ഈവൻ ഈസി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ വരെ പല സമയത്തും പല ചലഞ്ചസും ഉണ്ടാകും. എനിക്ക് തോന്നുന്നു അന്നേരം നമ്മൾ വിചാരിക്കും വർക്ക് ഈസ് ടഫ്, ടേക്കിംഗ് കെയർ ഓഫ് CG ഈസ് ടഫ്, loving somebody is tough, paying off the education loan is tough. പക്ഷേ ഇപ്പൊ എനിക്ക് എന്താ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ തന്നെ, അതായത് അഞ്ജലി എന്ന വ്യക്തിയെ ടേക്ക് കെയർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ജേർണി എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, ബാക്കിയെല്ലാം ഈസിയാണ്. വി ടേക്ക് കെയർ ഓഫ് ഇറ്റ്, എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സ്റ്റുഡൻ്റായി തുടങ്ങി പല ജോലികളെടുത്ത് മ്യൂച്ചി ഫാമിലെത്തി നമ്മൾ റിസീവറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഐ തോട്ട് മൈ എൻ്റയർ കരിയർ വിൽ ബി എ റിസീവിംഗ്. പക്ഷേ ഇറ്റ് പാരഡൈം ഷിഫ്റ്റ് ഹാപ്പൻ. ലൈക്ക് നമ്മുടെ ലൈഫിലൂടെ പല കാര്യങ്ങളും പോയി വന്നു, പല ആൾക്കാരെ നമ്മൾ കണ്ടു. ഇന്ന് ഞാൻ ഈ യൂട്യൂബിലൂടെ എത്ര പേര് കാണുന്നു പോലും എനിക്കറിയില്ല. സോ മൈ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് ദാറ്റ് ഫൈൻഡിങ് സംതിങ് ദാറ്റ് വിത്തിൻ us, നമ്മുടെ ഉള്ളിൽ നമ്മൾ സീക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മോട്ടിവേഷൻ ആണെങ്കിൽ ആ മോട്ടിവേഷൻ നമ്മൾ സീക്ക് ചെയ്യണം. അത് ബുക്ക് രൂപത്തിലോ പോഡ്കാസ്റ്റ് രൂപത്തിലോ അല്ലെങ്കിൽ യൂട്യൂബിലുള്ള ഏതെങ്കിലും വീഡിയോ രൂപത്തിലോ വി ഹാവ് ടു ഗോ ഫൈൻഡ്, വി ഹാവ് ടു സീക്ക് ഫോർ വാട്ട് വി ആർ സീക്കിംഗ് ഫോർ. സെക്കൻഡ് പോയിന്റ് ഈസ് കൺസിസ്റ്റൻസി. ഒരു മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, അഞ്ജലി എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
what I understand, ഈ 30 years of ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യത്തിൽ, ഒരു ശീലത്തിൽ, if you have a routine and if you are consistent, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്നും 7 ദിവസവും ഒരേപോലെ ചെയ്യണമെന്നല്ല കേട്ടോ. നമുക്ക് നമ്മുടെ അപ്സ് ആൻഡ് ഡൗൺസിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് നമ്മളെ ഹാപ്പിയാക്കുന്ന മൊമെന്റ്സിനെ എംബ്രേസ് ചെയ്തുകൊണ്ട് ആ കൺസിസ്റ്റൻസിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. ഇവിടെയാണ് നമ്പർ 2 പോയിന്റ് വരുന്നത്, കൺസിസ്റ്റൻസി. അപ്പം നമ്മുടെ ആ ടൂൾസിനൊക്കെ ഉപയോഗിച്ച്, ബുക്ക്, പോഡ്കാസ്റ്റ്, മോട്ടിവേഷൻ വീഡിയോസ്, ഇതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മൾ ചെടികളെ സംരക്ഷിക്കുന്ന പോലെ, ചെടികളെ ഒരു കൂടയ്ക്കകത്താക്കി അതിനെ വളർത്തിയാൽ മാത്രം പോരല്ലോ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിനെ സംരക്ഷിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് we make sure we consistently water the plants, we consistently give nutrition to plants, right? ആ ഒരു ബോധം, ആ ഒരു അറിവ്, that moment of awakening from a big deep sleep about consistency, what is consistency, you will start your journey so happily, so peacefully. അപ്പോൾ നമ്പർ 3, കൈൻഡ്നെസ്. ഐ ബിലീവ് നമ്മളോട് തന്നെ കൈൻഡ്നെസ് കാണിച്ചാലാണ് യൂണിവേഴ്സ് നമ്മൾ അഫേം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഓരോ ഡ്രീംസ്, ഹോപ്സ്, ഓരോ വിഷ് അക്കംപ്ലിഷ് ചെയ്യും. സോ when